ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വചനമായി വ്യാപകമായി ധാരാളം തഫ്സീറുകളിൽ ധാരാളം ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി ഉദ്ധരിച്ചപ്പോൾ അല്ലെ ഫൈസൽ മൗലവി കണ്ടുപിടിച്ചാണ്ട് ഇപ്പോൾ പറഞ്ഞൊന്നുമല്ല. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്, അതേപോലെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇഅ്തിസാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബുൽ ഹംബലി ഏതിലോ ഉദ്ദേശിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ, തർക്കമില്ല, ഇത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. എന്നാൽ മുഖാമുഖത്തിൽ ചോദ്യം വന്നത് ഇമാം മാലിക്കിൻ്റെ ഏത് കിതാബിൽ ഇത് വന്നു എന്നാണ് ചോദ്യം വന്നത്. ഇമാം മാലിക്കിൻ്റെ കിതാബിൽ നമ്മളാരും അത് അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. ശരിയാണ്. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മൊയ്തീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പെശകാണ്, അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണപ്പെശകുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, മലപ്പുറത്ത് വെച്ച് നടന്ന മുജാഹിദിൻ്റെ ഒരു വിസ്ഡം വിഭാഗം നേതാവ് ഫൈസൽ മൗലവി മാലിക് ഇമാമിൻ്റെ പേരിൽ ഒരു വ്യാജ ഇബാറത്തുണ്ടാക്കി അത് എല്ലാ വേദികളിലും പ്രചരിപ്പിക്കുകയും മലപ്പുറം മുഖാമുഖത്തിൽ വെച്ച് അത് പിടികൂടുകയും ചെയ്തപ്പോൾ ഒടുവിൽ മാലിക് ഇമാമിൻ്റെ കിതാബിൽ അത്തരമൊരു ഇബാറത്ത് ഇല്ല എന്ന് ഫൈസൽ മൗലവി തന്നെ സമ്മതിക്കുകയും മാലിക് ഇമാം പറഞ്ഞത് കേട്ട ഒരു ശിഷ്യൻ ഉദ്ധരിച്ചതാണെന്നും സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫൈസൽ മൗലവിയുടെ ആ കളവും ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഫൈസൽ മൗലവി മുട്ടിവിറക്കുന്നതൊക്കെ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ ആ മുഖാമുഖത്തിൽ വെച്ച് മാലിക് ഇമാമിൻ്റെ കിതാബിൽ ആ ഇബാറത്ത് കാണാത്തത് ആ ജാള്യത മറച്ചു വെക്കാൻ പുതിയ ഒരു സനദുമായിട്ട് വരികയും ആ സനദ് ആ വിദ്യാർത്ഥി വീണ്ടും പിടികൂടുകയും അതിലെ തട്ടിപ്പ് വ്യക്തമാക്കുകയും ചെയ്തു. ആ സനദ് കൊണ്ടുവന്ന ഇമാമിനെ നിങ്ങൾ സ്വീകരിക്കേണ്ട, തള്ളിക്കളഞ്ഞോളൂ എന്ന് ഒടുവിൽ ഫൈസൽ മൗലവി സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഫൈസൽ മൗലവി പറഞ്ഞ മറ്റു കളവുകൾ എന്തായിരുന്നു? ഇമാം ഖുർത്തുബിയുടെ കിതാബിലുണ്ട്, ഇമാം ഇബ്നു കസീറിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, അതേപോലെ തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അപ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞിരുന്നത്. എന്നാൽ ആ പറഞ്ഞതും അബദ്ധമാണെന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ ഫൈസൽ മൗലവി ചെയ്യുന്നത്. ഖുർത്തുബി ഇമാമിൻ്റെയും ഇബ്നു കസീറിൻ്റെയും ഷെയ്ഖ് ജീലാനി തങ്ങളുടെയും ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് പച്ചക്കളവാണ് എന്ന്, അബദ്ധം സംഭവിച്ചതാണ് എന്ന് ഫൈസൽ മൗലവി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അന്ന് ആ കിതാബ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ് തടിയൂരുകയായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആ സൗബാൻ തങ്ങളെ വിളിച്ചു നോക്കിയപ്പോൾ ഇതുവരെ ആയിട്ടും ഫൈസൽ മൗലവിയോ അവരുടെ കൂട്ടാളികളോ ഒന്നും ആ കിതാബോ അതിൻ്റെ തെളിവുകളോ ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ കോൾ റെക്കോർഡിംഗ് അടക്കം ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അവസാനം മുജാഹിദ് പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായിരിക്കും ഒരു പക്ഷേ ഫൈസൽ മൗലവി ആ കിതാബുകളിലൊന്നും ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ഫൈസൽ മൗലവിയുടെ അബദ്ധം സംഭവിച്ചു എന്നുള്ള പുതിയ തുറന്നു പറച്ചിലും മറ്റു തട്ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യം ഫൈസൽ മൗലവി വ്യാപകമായിട്ട് എല്ലാ വേദികളിലും പറയുന്ന മാലിക് ഇമാമിൻ്റെ ഇബാറത്ത്, ആ തട്ടിപ്പ് സൗബാൻ തങ്ങൾ എന്ന ഒരു വിദ്യാർത്ഥി പിടികൂടുന്നത് നമുക്ക് കാണാം. നബിദിന ആഘോഷം ബിദ്അത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمدا صلى الله عليه وسلم خان رسالة. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദ്അത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം മാലിക് റഹിമഹുല്ലാഹിക്ക് ഒരുപാട് കിതാബുണ്ട്, മുഅത്ത, മുദവ്വൻ, അങ്ങനെ ഒരുപാട് കിതാബ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, മാലിക് റഹിമഹുല്ലാഹി ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത്? അത് നോക്കിയിട്ട് പറയും ഏത് കിതാബിലാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം ചോദിക്കുക, നോക്കട്ടെ. നിങ്ങൾ കണ്ടല്ലോ, മാലിക് ഇമാമിൻ്റെ ഏത് കിതാബിലാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അറിയില്ല, ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലുള്ള മുഴുവൻ ആളുകളും തിരച്ചിലോട് തിരച്ചിൽ, സകല കിതാബും തിരഞ്ഞു നോക്കിയിട്ടും അത് മാത്രം കാണുന്നില്ല. നെറ്റിലെ എല്ലാ സൈറ്റും സെർച്ച് ചെയ്തിട്ടും ഇത് കാണുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തൻ്റെ പ്രഭാഷണങ്ങളിൽ പറയുന്ന ഇബാറത്തുകൾ അത് കിതാബ് നോക്കിയിട്ടാണ് വരുന്നതെങ്കിൽ ഏത് കിതാബിലാണെന്ന് പറയാൻ ആ പ്രഭാഷകന് നിഷ്പ്രയാസം സാധിക്കും. താൻ പറയുന്ന ഇബാറത്ത് ഏത് കിതാബിലാണെന്ന് പോലും നോക്കാതെ വെറുതെ അങ്ങോട്ട് തട്ടിവിടാന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ കിതാബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ
എനിക്കറിയില്ല, നോക്കിയിട്ട് പറയാം എന്ന് പറയേണ്ട കാര്യമില്ല. സകല കിതാബുകളും ഇങ്ങനെ തിരഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇവരൊരു കിതാബ് നോക്കാതെയാണ് പ്രസംഗിക്കാൻ വരുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ അവസാനം ഫൈസൽ മൗലവി ഒരു തെളിവും കൊണ്ട് വരുന്നുണ്ട്. അതും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവുന്നുണ്ട്. കാരണം സുന്നികൾ ചെയ്യുന്ന കാര്യം അത് ബിദ്അത്താണ് എന്ന് ആരോപിക്കാനാണല്ലോ ഒരു വ്യാജ തെളിവുമായിട്ട് വരുന്നത്. അതൊരിക്കലും നിലനിൽക്കൂല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എത്ര തെളിവ് കൊണ്ടുവന്നാലും അത് ഏത് ഗ്രന്ഥങ്ങളിലാണ്, ഏത് ഇമാമാണെന്ന് തിരിച്ചു ചോദിച്ചാൽ അവർ ഉത്തരം മുട്ടിപ്പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പൊതുവെ കാണാറുള്ളത്. ഏതായാലും കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇമാം മാലിക്കിന്റെ ഗ്രന്ഥം അദ്ദേഹം എഴുതി വെച്ചതല്ല, അദ്ദേഹം പറഞ്ഞ വചനം, അദ്ദേഹം ധാരാളമായി പറഞ്ഞ വചനമാണ്. അത് അദ്ദേഹത്തെ ശിഷ്യന്മാർ കേൾക്കുന്നു, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ അവിടെ ശിഷ്യന്മാർ കൈമാറുന്ന സനദോടുകൂടി കൈമാറി വന്ന വാചകമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ ശിഷ്യൻ ഉദ്ധരിക്കുകയും ശിഷ്യനിൽ നിന്ന് ശിഷ്യൻ ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടു വന്ന വചനമായിട്ടാണ് നമുക്കത് കാണാൻ സാധിച്ചത്. ഇബ്നു ഹസം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്കാം ഫി ഉസൂലുൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിൽ ആ സനദോടുകൂടി അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തഫ്സീർ ഖുർത്തുബിയിലുണ്ട്, തഫ്സീർ ഇബ്നു കസീറിലുണ്ട്, അതേപോലെ പിന്നെ ഇബ്നു റജബ് അൽ ഹംബലി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തെ കിതാബ് ഇഅ്തിസാമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകപ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക്കിൻ്റെ വചനമായി അത് അറിയപ്പെട്ട കാര്യമാണ്. ഇമാം മാലിക്കിലേക്ക് മാത്രമല്ല മറ്റു പലർക്കും ചേർത്തിക്കൊണ്ടും ആ വചനം അതേപടി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയുന്നു. അല്ലാഹു അഅലം. അതായത് ഇതുവരെ എല്ലാ വേദികളിലും പറഞ്ഞ ആ ഇബാറത്ത് മാലിക് ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിലില്ല എന്ന് ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ തുറന്നു സമ്മതിച്ചു. പിന്നെ എന്താണുള്ളത്? മാലിക് ഇമാം പറഞ്ഞത് കേട്ട ഒരു ശിഷ്യൻ ഉദ്ധരിച്ചതാണ് എന്നാണ് ഫൈസൽ മൗലവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ശിഷ്യൻ കേട്ട് ഉദ്ധരിച്ചതാണ് എന്ന് ആദ്യം തന്നെ ധാരണ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ സ്റ്റേജിലും അങ്ങനെ പറഞ്ഞാൽ പോരെ, ആ രീതിയിൽ പറഞ്ഞാൽ പോരെ. മാലിക് ഇമാം പറഞ്ഞു എന്ന് എല്ലാ വേദികളിലും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ജനങ്ങളെ കബളിപ്പിക്കല്ലേ, ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? ഫൈസൽ മൗലവിയുടെ ഈ തട്ടിപ്പ് ആ വിദ്യാർത്ഥി പിടികൂടിയപ്പോൾ ഫൈസൽ മൗലവി വീണ്ടും ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മാലിക് ഇമാമിൻ്റെ കിതാബിൽ ഇല്ല എന്ന് എല്ലാവർക്കും വ്യക്തമായി. മാലിക് ഇമാം പറഞ്ഞത് കേട്ട ഒരു ശിഷ്യൻ ഉദ്ധരിച്ചതാണ് എന്ന് കൊണ്ടുവന്ന സനത് അതും പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. ഇനി ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ ചെയ്ത പണിന്താ? ഇബ്നു കസീറിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വെറും നാവിട്ടടി മാത്രമാണ്. അതും കിതാബ് കാണിക്കുന്നില്ല. ഏത് കിതാബിലാണ് എന്ന് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, പക്ഷേ കിതാബൊന്നും കാണിക്കണില്ല. അവസാനം എന്ത് ചെയ്ത് ഗത്യന്തരമില്ലാതെ ആ കിതാബ് ഏതാണെന്ന് വാട്സപ്പിൽ അയച്ചു തരാം, വിശദമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാം, നമ്പർ അവിടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് തടിത്തപ്പയാണ്. ആ ഒരു വീഡിയോയും കൂടി നമുക്ക് കാണാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങളിവിടെ ഇബ്നു കസീറിലും ഖുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിൻ്റെ കൗലുണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിൻ്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്, അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇഅ്തിസാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബ് അൽ ഹംബലി ഏതിലോ ഉദ്ധരിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ, തർക്കമില്ല, ഇത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് വചനമായി വ്യാപകമായി ധാരാളം തഫ്സീറുകളിൽ, ധാരാളം ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി ഉദ്ധരിച്ചപ്പോൾ എന്നാണ് ഫൈസൽ മൗലവി കണ്ടുപിടിച്ചാണ്ട് ഇവർ പറഞ്ഞൊന്നുമല്ല. ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീർ മൊത്തം വായിച്ചു നോക്കിയാൽ മതി. അല്ലുമാക്കിബൽ ദിനക്കും ദീനക്കും എന്ന ആയത്തിന് ലഭ്യമായ തഫ്സീറൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി. പല മുഫസ്സിറുകളും ഈ ആയത്ത് തഫ്സീർ ചെയ്യുമ്പോൾ ഇമാം മാലിക്കിനെ വചനമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ സ്ഥലങ്ങൾ നമ്പർ കൊടുത്തോളി, അതൊക്കെ ഇൻഷാല്ലാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു പ്രശ്നമില്ല. എവിടെയൊക്കെ വന്നു, ഏതൊക്കെ കിതാബിലുണ്ട്, പേജും നാളും നമ്പറും അത് വേണേൽ അതിൻ്റെ കോപ്പി അടക്കം എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അതാണ് പറഞ്ഞത്. ഇത് ലോക തർക്കമില്ലാതെ എല്ലാ മദ്ഹബും സ്വീകരിച്ച് പോരുന്ന ഇബ്നു ഹസം സ്വീകരിച്ച പിന്നെ ബാക്കി എതിരായല്ലോ. അങ്ങനെ ഈ കൊണ്ടുവന്ന തെളിവുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുമ്പോൾ അവസാനം അതിനിടയിൽ ഫൈസൽ മൗലവി പറയുന്നുണ്ട്, ഇബ്നു ഹസം സ്വീകരിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാവരും സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അവസാനം ഇയാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നത്. ഇബ്നു ഹസം സ്വീകരിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാവരും സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന്. പക്ഷേ ഇബ്നു ഹസമിൻ്റെ ആ സനദും ചോദ്യകർത്താവ് പൊളിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഇബ്നു കസീറിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, ഷെയ്ഖ് ജിലാനി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഫൈസൽ മൗലവി തന്നെ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ ഇബ്നു ഹസമിനെ സ്വീകരിക്കണ്ട,
ഒരുവിധം പാകമുണ്ടെങ്കിൽ ഇബ്നു ഹസം പറഞ്ഞത് തെളിവാണ്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് പറയാം. പക്ഷേ ഇബ്നു ഹസമിനെ ന്യായീകരിക്കാൻ ഒരു നിവൃത്തിയില്ലാതായപ്പോൾ ഓക്കെ നിങ്ങൾ ഇബ്നു ഹസമിനെ സ്വീകരിക്കണ്ട എന്ന് തുറന്ന് സമ്മതിച്ചു. അപ്പോൾ പിന്നെ ആ ഇബ്നു ഹസം കൊണ്ടുവന്ന സനദും പൊളിഞ്ഞ് പാളീസാവല ചെയ്ത. അപ്പോൾ പിന്നെ ആ ഇബാറത്ത് എല്ലാ വേദികളിലും പ്രചരിപ്പിച്ചത് വലിയ തെറ്റായിട്ട് എല്ലാവരും കാണും. അപ്പോൾ പിടിച്ചു നിൽക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ ഇബ്നു കസീറിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിമേലാണ് പിടിച്ചു നിൽക്കുന്നത്. ഏതായാലും അടുത്തൊരു വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. അല്ല, സനദ് നിങ്ങൾ വിശദീകരിച്ചു. ഇബ്നു ഹസം തങ്ങളെ ഇബ്നു ഹസം വേണ്ട, ഇബ്നു ഹസം ഇല്ലാതെ വെച്ചോളി. അല്ല, ഇബ്നു ഹസമിനെ വിട്ടോളി. അപ്പൊ ഈ കൗല് റെഡിയാവുന്നില്ലല്ലോ. വേണ്ട, നമ്മൾ ഇബ്നു ഹസം ഇല്ലാതെ വിചാരിച്ചോളി. അല്ല, ഈ സനദിൽ ഇപ്പൊ പ്രശ്നമുണ്ടല്ലോ. ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം എതിർത്തല്ലോ. ഇബ്നു ഹസമിന്റെ പേനയും അതുപോലെ തന്നെ ഹജ്ജാജിന്റെ വാളായിട്ടാണ് തുലനം ചെയ്തത്. അപ്പോൾ ഈ സനദ് കൊണ്ട് ഈ കൗല് നമ്മൾ അംഗീകരിക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് അംഗീകരിക്കണ്ട. മൊയ്തീൻ ഷെയ്ഖ് അംഗീകരിക്കൂലേ? അംഗീകരിക്കൂലേ? മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ ഈ ഇബ്നു ഞാൻ കസീർ ചോദിക്കുന്നത് അംഗീകരിക്കൂലേ? ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗലിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനാണ് മൊയ്തീൻ ഷെയ്ഖ് ഉദ്ധരിച്ചു വന്നത്. ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചു, ഇമാം ഷാത്തിബി ഉദ്ധരിച്ചു. ഒലക്കെ അതേപോലെയല്ലോ. ഈ മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ ഏത് കിതാബിലാണ് പറഞ്ഞത്? ഏത് ഉദ്ധരണിയാലൊന്ന് പറഞ്ഞത്? തർക്കത്തിന് വിഷയമല്ലോ. എല്ലാം പറഞ്ഞ നമ്പർ കൊടുത്തോളി. അതല്ല, സനദിലൊന്ന് വിശദീകരണം നൽകണം. കാരണം ഇബ്നു ഹസമിന് ആ സനദിൽ ഒരു വിശദീകരണം നൽകണം. നിങ്ങൾ ഇപ്പൊ ഈ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ സനദില്ലാതെയാണ് ഇപ്പൊ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗലി നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇമാം ഷാത്തിബി ജീവിക്കുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിലും ഇമാം മാലിക് റഹിമഹുള്ള ജീവിക്കുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലുമാണ്. അപ്പൊ ഷാത്തിബിയുടെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത് ആ സനദിലുള്ള പ്രശ്നം എന്നുള്ളത് യഥാ ഹസന എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ആ സനദ് ഇബ്നു ഹസമിന്റെ സനദാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം തള്ളിയ പണ്ഡിതനാണ് ഇബ്നു ഹസം. നിങ്ങൾ ഈ കാര്യത്തിൽ സുഹൃത്തുക്കളെ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഇബ്നു ഹസമിന്റെ ഫിഖ്ഹിലെ ചില വീക്ഷണത്തിൽ മാത്രമാണ് വിയോജിപ്പുള്ളത്. നിങ്ങൾ നമ്മളെന്നാലും വിശദമായിട്ട് വേണ്ടി നമുക്ക് അതിന്റെ വ്യത്യസ്തമായ കിതാബ് എവിടെയൊക്കെ വന്ന് വാളും പേജൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് അയച്ചേരും ചെയ്യാം. നമ്മൾ സംഘാടനത്തിൽ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് നമ്പർ വാങ്ങിക്കോളി. ഇപ്പം നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വളരെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ആദ്യം പറഞ്ഞു മാലിക് ഇമാമിൻ്റെ ഉദ്ധരണിയുണ്ട് എന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് എല്ലാ സ്റ്റേജിലും പ്രചരിപ്പിച്ചു. അത് ഏത് കിതാബിലാണെന്ന് ചോദിച്ചപ്പോൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് എല്ലാവരും തിരഞ്ഞു. അത് കിട്ടിയില്ല. അവസാനം വന്നുകൊണ്ട് മാലിക് ഇമാമിൻ്റെ കിതാബിലില്ല എന്ന് സമ്മതിച്ചു. മാലിക് ഇമാം പറഞ്ഞത് കേട്ട ഒരു ശിഷ്യൻ ഉദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സനദ് കൊണ്ടുവന്നു. ആ സനദും സ്വീകാര്യയോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓക്കെ, ആ സനദിൽ പറഞ്ഞ ഇബ്നു ഹസമിനെ നിങ്ങൾ സ്വീകരിക്കേണ്ട, അപ്പോൾ ആ സനദും നിങ്ങൾ സ്വീകരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജീലാനി തങ്ങളെ നിങ്ങൾക്ക് സ്വീകാരമാണല്ലോ, ഖുർത്തുബി ഇമാമിനെ സ്വീകാരമാണല്ലോ, അതേപോലെ ഇബ്നു കസീറിനെ സ്വീകരിക്കാമല്ലോ, അത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്നാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കിതാബോ ഒരു ഇമാമോ കൃത്യമായിട്ട് കാണിക്കാൻ കഴിയുന്നില്ല. വെറുതെ അങ്ങോട്ട് പറയാണ്. കാരണം ഓരോ ഉദ്ധരണിക്കും കിതാബ് ചോദിക്കുമ്പോൾ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറയാണ്, നമ്പർ തരൂ, ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അയച്ചു തരാമെന്ന് പറയാണ്. ഇതെന്ത് തെളിവാ? ഉദ്ധരിക്കുന്ന തെളിവുകൾക്കൊരു അടിസ്ഥാനം വേണ്ടേ, ഒരു കിതാബ് വേണ്ടേ? അപ്പോൾ ഉദ്ധരിക്കുന്ന ഇബാറത്തുകൾക്കൊന്നും ഒരു തെളിവുമില്ല, അടിസ്ഥാനമില്ല, കിതാബുമില്ല. ചോദിക്കുമ്പോൾ അയച്ചു തരാമെന്നുള്ള മറുപടിയും. ഇതെന്ത് പ്രഭാഷകനാണ്? ഏതായാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഫൈസൽ മൗലവി മെല്ലെ തടി തപ്പാൻ നോക്കുകയാണ്. നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അയച്ചു തരാമെന്ന് പറഞ്ഞ് മെല്ലെ തടി തപ്പാൻ നോക്കുകയാണ്. പിന്നീട് ആ വിദ്യാർത്ഥിയെ ചോദിക്കാൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെ കണ്ടും കേട്ടും സഹിക്കവയ്യാതെ അപ്പുറത്തിരുന്ന വേറൊരു മുസ്ലിയാർ വന്നിട്ട് വീണ്ടും ഇവരോട് ചോദിക്കുകയാണ്. ആ മുസ്ലിയാരുടെ ചോദ്യങ്ങളും പറച്ചിലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഈ കുട്ടി ചോദ്യം ചോദിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല അവരെന്ത് ചെയ്തിട്ടില്ല? ഫൈസൽ മൗലവി യറാഹ ഹസന എന്നുള്ള ഇബാറത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു വിഷയം. രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇമാം ഷാത്തിബി റഹിമഹുല്ല ഏത് നൂറ്റാണ്ടാന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു 8-ാം നൂറ്റാണ്ടിലാണ്. 2-ാം നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് റഹിമഹുല്ല വരുന്നത്. അവരിലേക്ക് എത്തുന്ന ഒരു സനത് എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മൂന്നാമത് ഇബ്നു ഹസമിനെ കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ മുഖാമുഖത്തിലും പറയുന്ന ഒരു വിഷയമാണ് എന്ത്, മാലിക് ഇമാമിൽ നിന്ന് ഇങ്ങനൊരു വാക്കുണ്ട് എന്ന് എല്ലാ മുഖാമുഖത്തിലും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. അപ്പോൾ ജീലാനി റളിയല്ലാഹുവിന്റെ പേര്, ഇവരെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഏത് കിതാബിലാണ് ഉദ്ധരിച്ചത്, ആ ഉദ്ധരണം എന്ത് ചെയ്താൽ മതി,
അവിടെ ഹാജരാക്കിയാൽ മതി. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ഇബാറത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ഹാജരാക്കിയ പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ഒരു ഇബാറത്തില്ല. പിന്നെ ഉദ്ധരിച്ചത് ആരാണ്? ഷാത്തിബി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു. അത് കിതാബുൽ ഇത്തിസാമിലുണ്ട്, സംഗതി ശരി തന്നെയാണ്. പക്ഷെ അവിടെ എന്തില്ല, സനതുമില്ല. 8ാം നൂറ്റാണ്ടിൽ വന്ന ആള് 2ാം നൂറ്റാണ്ടിലുള്ള ആളെ പറ്റി പറയുമ്പോൾ സനത് വേണമല്ലോ. കാരണം നേരത്തെ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സനത് കൊണ്ടാണ്. നേരത്തെ ആരെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു. അപ്പോൾ അതിനെന്തില്ല, സനദില്ല. സനതുണ്ടെങ്കിലേ മുജാഹിദീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സനത് ഒന്നിക്ക് സനത് ഹാജരാക്കുക, അല്ലെങ്കിൽ ജീലാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റഹിമഹുല്ലാ, ഖുർത്തുബി ഇമാമോ ഇവരെ ഉദ്ധരണം എന്തെങ്കിലും അതൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഈ മുസ്ലിയാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഖുർത്തുബിയിലില്ല, ഇബ്നു കസീറിലില്ല, ഷെയ്ഖ് മുഹിയുദ്ദീൻ ജീലാനി തങ്ങളുടെ കിതാബിലില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതിന് മറുപടിയായിട്ട് ആ കിതാബിലെ ഉദ്ധരണി ഒന്ന് കാണിച്ചാൽ പോരെ? ആ ഉദ്ധരണി കാണിച്ചാൽ സംഗതി തീർന്നു എന്ന് ആ മുസ്ലിയാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത്യാവശ്യം ആദർശബോധമുള്ള കൃത്യമായ നിലപാടുള്ള ഏതൊരു പണ്ഡിതനും ചെയ്യുന്ന എന്താ, ആ കിതാബ് ഉയർത്തി കാണിച്ചിട്ട് ഇതാ ആ ഇബാറത്ത് ഇതിലുണ്ട് എന്ന് കാണിക്കുക ചെയ്യാം. പക്ഷെ അവിടെ കാണിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ മുസ്ലിയാർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ മുഖാമുഖമൊക്കെ പിരിഞ്ഞു പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുന്നി പണ്ഡിതന്മാർ അവിടെ മുഖാമുഖം നടത്തി. കഴിഞ്ഞ വിസ്ഡം വിഭാഗത്തിൻ്റെ മുഖാമുഖത്തിൽ നടന്ന നാടകീയ രംഗങ്ങളും തട്ടിപ്പുകളും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു മുഖാമുഖമായിരുന്നു സുന്നി പണ്ഡിതന്മാർ നടത്തിയത്. അവർ ഈ ഇബ്നു കസീറിൻ്റെയും ഷെയ്ഖ് ജീലാനി തങ്ങളുടെയും ഖുർത്തുബി ഇമാമിൻ്റെ ഒക്കെ കിതാബായിട്ടാണ് ഇത് വന്നത്. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ സകല കിതാബിലും ഞങ്ങൾ അരിച്ചു പെറുക്കിയിട്ടും ഫൈസൽ മൗലവി പറഞ്ഞ ആ ഇബാറത്ത് ഒന്നും ഇതിൽ കാണുന്നില്ല, അത് തട്ടിപ്പാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ മുജാഹിദ് പ്രവർത്തകരുടെ ഉള്ളിൽ സംശയം ബാക്കിയായി. കാരണം സുന്നി പണ്ഡിതന്മാർ കിതാബുമായി വന്നിട്ട് പോലും ഇതിലില്ല എന്ന് പറയുമ്പോൾ അതേ കിതാബുമായി വന്നിട്ട് ആ ഇബാറത്ത് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ. അത് ഇതുവരെയായിട്ട് അവർ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാ മുജാഹിദ് പ്രവർത്തകരും ഇങ്ങനെ അന്ധമായിട്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി നടക്കുന്ന ആളുകളല്ലല്ലോ. ബുദ്ധിയുള്ള മുജാഹിദ് പ്രവർത്തകർ അവരോട് ചോദിച്ചു, എവിടെ ആ ഇബാറത്ത്? മാലിക് ഇമാമിൻ്റെ കിതാബിലില്ല എന്ന് സമ്മതിച്ചു. ആ സനദും സ്വീകാര്യയോഗ്യമല്ല എന്ന് തുറന്ന് സമ്മതിച്ചു. ഇനി ഇബ്നു കസീറിലും ഖുർത്തുബിയിലും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞത് എവിടെയാണ്? ഒന്ന് കാണിച്ചു തരുമെന്ന് ബുദ്ധിയുള്ള മുജാഹിദ് പ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് കാണിക്കാൻ കഴിയാതെ ഓടി ഒളിക്കുന്ന മുജാഹിദ് മൗലവിമാരും പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത്. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇബ്നു കസീറിൻ്റെ കിതാബിലോ ഖുർത്തുബിയുടെ ഗ്രന്ഥങ്ങളിലോ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഈ ഇബാറത്ത് ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതുവരെ ഫൈസൽ മൗലവി പറഞ്ഞ കളവുകളും വ്യാജ ഇബാറത്തുകളുമൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ മുജാഹിദ് പ്രവർത്തകർക്ക് ഒരു പക്ഷേ ഇതങ്ങനെ വിഴുങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അതിലുണ്ടാവില്ലേ? അവർക്കിത് അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ഈ മൗലവിയുടെ പിന്നാലെ കൂടിയപ്പോൾ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, തുറന്ന് സമ്മതിക്കുക തന്നെ. അങ്ങനെയാണ് തനിക്ക് അബദ്ധം പറ്റിയതാണ്, എൻ്റെ ധാരണ പിശകാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഫൈസൽ മൗലവിയെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ 24-ാം തീയതി മലപ്പുറത്ത് നടന്ന മുഖാമുഖത്തിലാണ് ഈ ഒരു ചോദ്യം വന്നത്. നമ്മൾ സാധാരണ വ്യാപകമായിട്ട് നമ്മൾക്ക് പ്രഭാഷണത്തിൽ പറയുന്നൊരു വാചകമാണ്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു ബിദ്അത്ത് കൊണ്ടുവരികയും നല്ലതാണ് എന്ന അഭിപ്രായം പറയുകയും ചെയ്താൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി നമ്മൾക്ക് സാധാരണ പ്രഭാഷണത്തിലും ക്ലാസ്സിലുമൊക്കെ എഴുത്തിലുമൊക്കെ ധാരാളമായി ലോകാടിസ്ഥാനത്തിൽ, നമ്മൾ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വാചകമാണ്. 2-3 സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യഥാർത്ഥം അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മുഖാമുഖത്തിൽ ചോദ്യം വന്നത് ഇമാം മാലിക്കിൻ്റെ ഏത് കിതാബിൽ ഇത് വന്നു എന്നാണ് ചോദ്യം വന്നത്. നമ്മൾ പറഞ്ഞു നമുക്കത് അറിയില്ല, നോക്കിയിട്ട് പറയാം. ഇമാം മാലിക്കിൻ്റെ കിതാബിൽ നമ്മളാരും അത് അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. ശരിയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിതാബിൽ എഴുതി വെച്ച ആളുമല്ല. അതും മുഖാമുഖത്തിൽ പറഞ്ഞു. നമ്മളത് കണ്ടത് യഥാർത്ഥത്തിൽ ഇമാം ഷാത്തബിയുടെ കിതാബിൽ ഇത്തിസാമിലാണ് യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളത്. അന്ന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തെ മറുപടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പശകാണ്. കിതാബിലെ പേര് പറഞ്ഞിടത്ത് ഒരു ധാരണപ്പശക വന്നു എന്ന് മാത്രം. എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നൊരു ബോധ്യം തഫ്സീർ ഇബ്നു കസീറിലുണ്ട്, തഫ്സീർ ഖുർത്തുബിയിലുണ്ട് എന്നായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിലോ അതിൽ ഇല്ല.
അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണ പെശകുമാണ്. ഇതൊക്കെയാണ് മുജാഹിദ് മൗലവിമാരുടെ ആദർശം. ഇതാണ് മുജാഹിദ് നേതാക്കന്മാരുടെ നിലപാട്. ഈ ഒരു തട്ടിപ്പാണ് നമ്മൾ ഇത്രയും കാലം തുറന്നു കാട്ടിക്കൊണ്ടേയിരുന്നത്. ഇതാണ് സുന്നി പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അവർ വ്യാജ ഇബാറത്തുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും, വ്യാജ ഹദീസുമായിട്ട് വരും, ദുർവ്യാഖ്യാനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അവസാന കാലത്ത് കളവ് പറയുന്ന ആളുകൾ രംഗത്ത് വരുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട് എന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടാണ് സുന്നി പണ്ഡിതന്മാർ നിരന്തരമായി വേദികളിൽ നിന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇവർ കേട്ടില്ല. അവസാനം ഇവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന അവസ്ഥയാണല്ലോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ പറഞ്ഞത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫൈസൽ മൗലവിയെ ഈ വീഡിയോയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ മാലിക് ഇമാമിൻ്റെ കിതാബിലില്ല എന്ന് ബോധ്യപ്പെട്ടു. ഇബ്നു കസീറിൻ്റെയും ഖുർത്തുബി ഇമാമിൻ്റെയും ഷെയ്ഖ് ജീലാനി തങ്ങളുടെയും കിതാബിലില്ല എന്ന് ഫൈസൽ മൗലവി തന്നെ തുറന്ന് സമ്മതിച്ചു. അവസാനം പിടിച്ചു നിൽക്കാൻ ആ മുഖാമുഖത്തിൽ തള്ളിക്കളഞ്ഞ അതേ സനത് തന്നെയാണ് വീണ്ടും കൊണ്ടുവരുന്നത്. ആ സനത് ആ മുഖാമുഖത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായതാണ്. അത് നിങ്ങൾ അംഗീകരിക്കണ്ട എന്ന് തുറന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ആ സനത് തന്നെ വീണ്ടും കൊണ്ടുവന്നുകൊണ്ട് തനിക്ക് പറ്റിയ തെറ്റ് ന്യായീകരിക്കുന്ന കാഴ്ചയാണല്ലോ ഇപ്പം കാണുന്നത്. അബദ്ധം സംഭവിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാലോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ തള്ളിക്കളഞ്ഞ സനത് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. എന്തൊരു ഗതികേടാണിത്. ഒരു വിദ്യാർത്ഥി ഒന്ന് അരയും തലയും മുറുക്കി ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കണ്ടം വഴി ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ വലിയ പണ്ഡിതന്മാരാണ് ഈ രീതിയിൽ അവരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കഴിഞ്ഞ ആ മുഖാമുഖത്തിന് ശേഷം ഞാൻ ചെയ്ത വീഡിയോയിൽ കമൻറ്റിലായിട്ടും അല്ലാതെയുമായിട്ടൊക്കെ ഒരുപാട് പേർ ഫൈസൽ മൗലവിയെ ന്യായീകരിച്ച് വന്നിട്ടുണ്ട്. ഫൈസൽ മൗലവിക്ക് അന്ന് പറ്റിയ അബദ്ധവും അന്ന് നടത്തിയ തട്ടിപ്പൊക്കെ ഒരുപാട് മുജാഹിദ് പ്രവർത്തകർ നിരന്തരമായിട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ന്യായീകരിച്ചവരൊക്കെ ഇപ്പം ആരായി? അവരൊക്കെ ഇനി എന്ത് മറുപടിയാണ് പറയുക? എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫൈസൽ മൗലവിയെ ന്യായീകരിച്ചു കൊണ്ടുവന്ന, എന്നെ തെറി വിളിച്ചു കൊണ്ടുവന്ന മുജാഹിദ് പ്രവർത്തകരൊക്കെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഫൈസൽ മൗലവിയുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് മുഖത്ത് നോക്കി ചോദിക്കണം, ഇങ്ങനെ കിതാബ് നോക്കാതെയാണോ, ഒരു ഇബാറത്തിൻ്റെയും ആധികാരികത പരിശോധിക്കാതെയാണോ, ഇമാമിങ്ങളുടെ രേഖ കൃത്യമായിട്ട് കാണാതെയാണോ നിങ്ങൾ മുഖാമുഖത്തിന് പോകുന്നത്, പ്രസംഗത്തിന് പോകുന്നത്? ഇനി മേലാൽ അത്തരത്തിൽ ഒരു മുഖാമുഖവും നിങ്ങൾ നടത്തരുത്, ഒരു സ്റ്റേജിലും നിങ്ങൾ കയറരുത് എന്ന് ശക്തമായി നിങ്ങൾ താക്കീത് കൊടുക്കണം ഫൈസൽ മൗലവിക്ക്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളെ പെടുത്തിയത് ഫൈസൽ മൗലവിയാണ്. ഒരുപാട് സുന്നികളുമായിട്ട് നിങ്ങൾ തർക്കിച്ചു. ഒരുപാട് സുന്നികളെ നിങ്ങൾ അയാൾ പറയുന്നത് കേട്ട് നിങ്ങൾ മുശ്രിക്കാക്കി, ബിദഅകളാക്കി. അവസാനം ഇത് തങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, തെറ്റ് പറ്റിയാൽ ഞങ്ങളിത് തുറന്ന് സമ്മതിക്കുക തന്നെ ചെയ്യുമെന്ന ന്യായീകരണവുമായി വന്നിട്ട് നിങ്ങൾ സുന്നികളുമായി തർക്കിച്ച കാര്യങ്ങളൊക്കെ അയാൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് തുറന്ന് സമ്മതിക്കുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫൈസൽ മൗലവിയോട് പോയി ചോദിക്കണം, ഇത്തരത്തിൽ ഒരു തെളിവ് കൃത്യമായിട്ട് പഠിക്കാതെയാണോ മുഖാമുഖത്തിന് പോകുന്നതെന്ന് ചോദിക്കണം. ഇനി മേലാൽ അയാളെ സ്റ്റേജിൽ കയറാൻ അനുവദിക്കരുത്. മുഖാമുഖവും പ്രഭാഷണമൊക്കെ കിതാബ് അറിയുന്ന വലിയ പണ്ഡിതന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒട്ടും വിവരമില്ലാത്ത ഓഫീസിൽ നിന്ന് കിട്ടുന്ന പേപ്പർ തുണ്ടുകൾ മാത്രം വായിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല മുഖാമുഖവും പ്രസംഗങ്ങളൊക്കെ. ഫൈസൽ മൗലവിയുടെ ഈ തട്ടിപ്പ് തുറന്നു കാണിച്ച, തനിക്ക് അബദ്ധം സംഭവിച്ചു എന്ന്, തൻ്റെ ധാരണ പിശകാണ് എന്ന് ഫൈസൽ മൗലവിയെ കൊണ്ട് തന്നെ തുറന്ന് സമ്മതിപ്പിച്ച ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ മൗലവിമാരെ കണ്ടം വഴി ഓടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മഅ്ദീനിലെ ബിടെക് വിദ്യാർത്ഥിയായ സൗബാൻ തങ്ങൾക്ക് എൻ്റെ 1000 അഭിവാദ്യങ്ങൾ. അതുപോലെ തന്നെ മലപ്പുറം ടൗൺ ഹാളിൽ മുഖാമുഖം നടത്തി ഫൈസൽ മൗലവിയുടെ തട്ടിപ്പ് മുഴുവൻ തുറന്നു കാണിച്ച സുന്നി പണ്ഡിതന്മാർക്കും എൻ്റെ 1000 അഭിവാദ്യങ്ങൾ. ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഒരുപാട് കാലം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മൗലവിമാരെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ച് പോയാൽ നിങ്ങൾ വലിയ പടുകുഴിയിലായിരിക്കും വീണു പോകുക. ഈ മുജാഹിദ് മൗലവിമാരുടെ കാപ്പട്യവും തട്ടിപ്പും തിരിച്ചറിയാതെ അവരുടെ വലയിൽ നിങ്ങൾ പെട്ടുപോയതായിരിക്കാം. അല്ലെങ്കിൽ ഇബിലീസിൻ്റെ പ്രേരണ കൊണ്ട് ആ മൗലവിമാർ പറയുന്നത് സത്യമായിരിക്കുമെന്ന് നിങ്ങൾ അറിയാതെ വിശ്വസിച്ചു പോയതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഈ മൗലവിമാരെക്കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചു നോക്കൂ. അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള തെളിവുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളിതുവരെ വിശ്വസിച്ച മൗലവിമാർ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന്. കൃത്യമായ തെളിവിൻ്റെയോ
ആധികാരികമായിട്ടുള്ള ഒരു ഇബാറത്തോ അല്ല അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് ആ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന, കളവ് പ്രചരിപ്പിക്കുന്ന ആ മൗലവിമാരെ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് നിങ്ങൾ വരണം. ഇതൊരു വാശിയുടെ കാര്യമില്ല. ഒരു വിവരവുമില്ലാത്ത ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് നമ്മുടെ കുറേ സുഹൃത്തുക്കളെ മുശിരിക്കാക്കിയത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ്? കുറേ ആളുകളെ വെറുപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? ആരോടെങ്കിലുമുള്ള വാശിപ്പുറത്ത് ഭീകരമായ നരകക്കുണ്ടിലേക്ക് നമ്മൾ എടുത്തു ചാടണം. മുത്തനബി പറഞ്ഞ 73 സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ മാത്രം പെട്ടാലല്ലേ നമ്മൾ രക്ഷപ്പെടുക? ആ ഒരു വിഭാഗം ഏതാണെന്ന് കൃത്യമായിട്ട് പഠന വിധേയമാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വ്യാജ ഇബാറത്തുമായി വരുന്ന, തട്ടിപ്പുമായി വരുന്ന, ഓരോ കാലത്തും തങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, അബദ്ധം പറ്റിയതാണെന്ന് തുറന്ന് സമ്മതിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ മൗലവിമാരുടെ പിന്നാലെ കൂടുന്നത്? അബദ്ധം പറ്റാത്ത, തട്ടിപ്പ് നടത്താത്ത, കൃത്യമായി കിതാബിലുള്ളത് മാത്രം പറയുന്ന പണ്ഡിതന്മാർ ഇപ്പുറത്തുണ്ടല്ലോ. ഈ മൗലവിമാരുടെ കാപ്പട്യവും കളവും വഞ്ചനയും വ്യതിയാനവും ഒക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ മൗലവിമാരെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും മുജാഹിദിലെ സാധാരണ പ്രവർത്തകരെ എതിർക്കുന്നില്ല. കാരണം അവർ അറിയാതെ പെട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ മുമ്പിൽ സത്യം ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക, മുജാഹിദ് മൗലവിമാരുടെ തട്ടിപ്പുകൾ തുറന്ന് കാണിച്ചു കൊണ്ടേയിരിക്കുക, ഇതാണ് ഞങ്ങളുടെ ദൗത്യം. ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചാലേ പാവപ്പെട്ട മുജാഹിദുകൾക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ള ധാരണ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഒരു തർക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, വെറുതെ മനുഷ്യന്മാർ തമ്മിൽ തർക്കിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. മുത്തനബി പറഞ്ഞ 73 സ്വർഗത്തിൽ കടക്കുന്ന ആ ഒരു വിഭാഗം ഏതാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട മൗലവിമാർ കാണിക്കുന്ന വ്യാജ നിർമ്മിതികളും കളവുകളും വഞ്ചനകളും തട്ടിപ്പുകളും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക. എന്നാലേ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ അയൽവാസികൾക്കൊക്കെ സത്യം ഏതാണെന്ന് ബോധ്യപ്പെടൂ. അവർക്ക് സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ. ആ ഒരൊറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വാശിയും വൈരാഗ്യവും ഒക്കെ ഉപേക്ഷിച്ച് ഈ മൗലവിമാരുടെ തട്ടിപ്പും വെട്ടിപ്പും മനസ്സിലാക്കിയിട്ട് അവരെ നിങ്ങൾ വലിച്ചെറിഞ്ഞ് സുന്നത്ത് ജമാഅത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മതമാണ്. ആ മതത്തെ ഇങ്ങനെ വികലമാക്കി ചിത്രീകരിക്കാൻ ആരെയും നമ്മൾ അനുവദിക്കരുത്. ദീനിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണിത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, സുന്നികളെ ആശയപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവരെ പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന മൗലവിമാരെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരിക്കലും ഇസ്ലാമിൻ്റെ വഴിയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇനിയും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരൊറ്റ ഉദാഹരണം മാത്രമേ പറയാനുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുത്തിട്ടും മുത്തുനബിയിൽ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ അന്നും മക്കത്തുണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ ഗതി തന്നെ ആയിരിക്കും ഇനിയും മനസ്സിലാകാത്തവർക്കുണ്ടാവുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.